ഹായ് സർ. ആ ബി.എസ്.സി എം.എൽ.ടിക്ക് ശേഷം ഏതെങ്കിലും സ്പെഷ്യൽ ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്യാൻ വേണ്ടി ഏതെങ്കിലും പുതിയ കോഴ്സിന്റെ ആവശ്യമുണ്ടോ? പുതിയ കോഴ്സുകൾ അവൈലബിൾ ആണ്. പുതിയ കോഴ്സ് ചെയ്യുന്നതായിരിക്കും ബെറ്റർ. അതായത് BSc MLTക്ക് ശേഷം നമുക്ക് കുറെ PG ഡിപ്ലോമ കോഴ്സുകൾ അവൈലബിൾ ആണ്. ഏതെങ്കിലുമൊക്കെ ഒരു സ്പെഷ്യലൈസ്ഡ് ഡിപ്പാർട്ട്മെന്റ് വർക്ക് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ, അതായത് ഹിസ്റ്റോപത്തോളജി, സൈറ്റോജനറ്റിക്സ്, ഫ്ലോ സൈറ്റോമെട്രി, ബ്ലഡ് ബാങ്ക് ടെക്നീഷ്യൻ പോലുള്ള സ്പെഷ്യലൈസ്ഡ് ഡിപ്പാർട്ട്മെന്റ് വർക്ക് ചെയ്യാൻ താല്പര്യമുള്ള BSc MLTക്കാർ PG ഡിപ്ലോമ കോഴ്സ് എടുക്കുന്നത് എപ്പോഴും നല്ലതായിരിക്കും. അപ്പൊ ഞാൻ ഡൗട്ട് ചോദിക്കട്ടെ, ഈ ബി.എസ്.സി എം.എൽ.ടി ഡിഗ്രി മതിയാവില്ലേ ഇവിടെ ഒന്ന് വർക്ക് ചെയ്യാൻ വേണ്ടി? ഇവിടെയൊക്കെ വർക്ക് ചെയ്യാൻ സത്യത്തിൽ BSc MLTയുടെ ആവശ്യമേ ഉള്ളൂ. പക്ഷേ നമ്മൾ ആ ഒരു ഡിപ്പാർട്ട്മെന്റിൽ മോർ ക്ലാരിറ്റിയോട് കൂടി വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ഒരു PG ഡിപ്ലോമ കോഴ്സ് നമ്മളെ സഹായിക്കും. അതുകൂടാതെ നമ്മളിപ്പോൾ ഒരു BSc MLTക്കാരനും അല്ലെങ്കിൽ ഈ ഒരു PG ഡിപ്ലോമ കോഴ്സ് ചെയ്തിട്ടുള്ള ഒരു ആളും ഈ ഒരു 2 ഇന്റർവ്യൂസ് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി വന്നു കഴിഞ്ഞാൽ കൂടുതൽ പ്രയോറിറ്റി എപ്പോഴും കിട്ടുന്ന ആർക്കായിരിക്കും? ആ ഒരു PG ഡിപ്ലോമ കോഴ്സ് എടുത്തിട്ടുള്ള ആൾക്കാരായിരിക്കും. അതേപോലെ തന്നെ നമ്മളിപ്പോൾ ഒരു PG ഡിപ്ലോമ കോഴ്സ് എടുക്കുന്നതിന്റെ വേറൊരു അഡീഷണൽ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്, ഇപ്പോൾ നമ്മൾ ഹിസ്റ്റോപത്തോളജിയിൽ വർക്ക് ചെയ്യാൻ താല്പര്യപ്പെടുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ആ ഒരു താല്പര്യപ്പെടുന്ന ആൾക്കാരുടെ ഒരു കമ്മ്യൂണിറ്റിയിലേക്കായിരിക്കും നമ്മൾ ജോയിൻ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു ഡിപ്പാർട്ട്മെന്റിലേക്ക് കൂടുതൽ ഓപ്പർച്യൂണിറ്റീസ് ഓപ്പൺ ചെയ്ത് കിട്ടാൻ അത് എപ്പോഴും നമ്മൾ എന്ത് ചെയ്യും? സഹായിക്കും. ഇപ്പം മലബാർ ക്യാൻസർ സെന്റർ ഈ സ്പെഷ്യലൈസ്ഡ് ഡിപ്പാർട്ട്മെന്റിലേക്കുള്ള PG ഡിപ്ലോമ കോഴ്സിലേക്കുള്ള അഡ്മിഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതിലേക്ക് വേണ്ടിയിട്ടുള്ള അപ്ലൈ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് ജൂലൈ 21 ആണ്. അപ്പോൾ അതിന് മുന്നേ ഈ ഒരു സ്പെഷ്യൽ ഡിപ്പാർട്ട്മെന്റ് വർക്ക് ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാരെല്ലാവരും 21 മുന്നേ തന്നെ എന്ത് ചെയ്യുക? അപ്ലൈ ചെയ്യുക. അതായത് അപ്ലൈ ചെയ്യാനുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളും നമ്മുടെ ബയോയിൽ നമ്മൾ അപ്ഡേറ്റ് ചെയ്യുക.